ഗുഡ് മോർണിംഗ് സുന്ദരീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മളിപ്പോൾ ക്യാൻറ്റീനിൽ പോവാണ്. നമ്മക്കുട്ടി ഇല്ല കേട്ടോ, നമ്മക്കുട്ടി എണീറ്റിട്ടില്ല, അതിന് ഭയങ്കര മടി. എന്താട്ടാ 2 വീലറിൽ പോവാ അല്ലേ? നമ്മൾ സ്പെഷ്യലായിട്ട് ഇളനീർ പായസം ഉണ്ടാക്കുന്നുണ്ട്. എൻ്റെ സെക്കൻഡ് സ്റ്റഡിൻ്റെ ഒരെണ്ണം ലൂസ് ആയതുകൊണ്ട് മറ്റേത് ഊരി വെച്ചതാണ് കേട്ടോ. ഇനി ഇടണം, അല്ലെങ്കിൽ എൻ്റെ ഓട്ടം അടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രയാസം. അപ്പോൾ ഇതേ നമ്മൾ ക്യാൻറ്റീനിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോണ വഴിയാണ് കേട്ടോ. അത് നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. ഇവിടെ നിന്നിട്ട് നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് അങ്ങോട്ട് നീങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പേർപ്പിൾ കളറിൽ നിറയെ പൂക്കളുണ്ട്. അപ്പോൾ അവിടെ നിന്നിട്ട് നമ്മൾ പേർപ്പിൾ കളർ ഔട്ട്ഫിറ്റ് ഇട്ടിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല രസമാണ് കാണാനായിട്ട്. ഇതിപ്പോൾ ഇവിടെ മെയിനായിട്ട് കുറേ ബിൽഡിങ്ങും കാര്യങ്ങളും കോളേജിൻ്റെ ഭാഗമല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ പോകണം. അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കുറേ പൂക്കളും ഒക്കെ വെച്ചിട്ടുണ്ട്. നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആണ് കേട്ടോ. ഒരു ചെടിയുണ്ട്, അത് ഒക്ടോപസ് പോലെ ഒരു റൗണ്ട് ഉണ്ട്. പിന്നെ ഈ വെള്ളച്ചെടിയല്ലേ പറയണേ? ഒക്ടോപസ് പോലെയാണെന്നാണ് ഇമ്മക്കുട്ടി പറയണത്. കാരണം അതിൻ്റെ ഇങ്ങനെ കുറേ കാലും കൈകളും ഒക്കെ ഉള്ള പോലെ. ഇത് സ്പൈഡർ ചെടിയോ അങ്ങനെ എന്തോ അല്ലേ ഇതിന് പറയാൻ. ഞാൻ ഇതാട്ടോ പറഞ്ഞത്. ഇതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ ഒരു നല്ല രസമായിട്ടുള്ളൊരു പേർപ്പിൾ കളറിലെ ഡ്രസ്സ് ഇട്ടിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു, ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേർക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മൾ നല്ല വൈഡ് ആംഗിളിൽ നിന്നൊക്കെ ഫോട്ടോ എടുക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. അങ്ങനെ ഒരു റിസോർട്ട് വൈബൊക്കെ ആയിട്ട് തോന്നും. കോളേജൊന്നും തോന്നില്ല. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് എടുക്കാറുണ്ട്. അമ്മൊരു യൂട്യൂബ് അമ്മയാണ്. അപ്പോൾ ഇവിടെയൊക്കെ വന്ന് എടുക്കാറുണ്ട്. ഞാനിങ്ങനെ അവധിയുള്ള ദിവസം മാത്രമേ വന്ന് അങ്ങനെ എടുക്കുള്ളൂ കേട്ടോ. ഇതിനകത്തേക്കൊക്കെ വന്നിട്ട് മറ്റ് സ്ഥലത്തൊക്കെ ഒബ്വിയസ്ലി അവധി ഇല്ലാത്ത ദിവസങ്ങളിൽ എടുക്കാറുണ്ട്. അതായത് കോളേജിന് അവധിയുള്ള ദിവസമാകുമ്പോൾ ഈ ഭാഗത്തുനിന്ന് അങ്ങനെ അധികം ആരും ഉണ്ടാവില്ല. ഇതിപ്പോൾ സൺഡേ മോർണിംഗ് ആയതുകൊണ്ട് അധികം ആരും തന്നെ ഇല്ല അല്ലേ? ആരുമില്ല. അതെ. ഇനിയിപ്പോൾ നമ്മൾ ക്യാൻറ്റീനിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാറ് പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നടക്കാൻ കുറച്ച് ദൂരമുണ്ട് ഇതിനകത്ത്. ക്യാമ്പസിനകത്താകുമ്പോൾ ഈ പാതയിലൂടെ ഇതിന് ഒരു നടവഴി പോലെയുള്ളൊരു സ്ഥലമുണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടെ പോയി കഴിഞ്ഞാലാണ് നമ്മൾ സ്ഥിരം പോണ ക്യാൻറ്റീൻ എത്തുന്നത്. ഞാനിങ്ങനെ എല്ലാ ചെടികളൊക്കെ ഇങ്ങനെ നോക്കി നടക്കും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം. അമ്മയുടെ ഫേവറേറ്റ് പ്ലാന്റ് ഏതാണ്? അറിയില്ല. Money plant? Yeah. I thought over here in this. Not this one. I love money plant. No, in the office, which one I think you? ഓഫീസിൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, എല്ലാം ഇഷ്ടം. ഇതൊക്കെ ഇങ്ങനെ നോക്കി നടക്കും. എനിക്കിഷ്ടം അങ്ങനത്തെ ചെടികളൊക്കെ കാണുമ്പോൾ. അമ്മ faster than you. ആര് ഫാസ്റ്ററാന്ന്? അപ്പം ഇമ്മക്കുട്ടി ഞാനും കൂടിയൊക്കെ ഇങ്ങനെ നോക്കി നടക്കും. അപ്പോൾ ഇപ്പോൾ ഇമ്മക്കുട്ടി വന്നിട്ടില്ല കേട്ടോ. ഇത് വോയിസ് ഓവർ ചെയ്യുമ്പോൾ എൻ്റെ കൂടെ ഇങ്ങനെ ഇരിക്കണതാണ്. അപ്പോൾ അതാ നമ്മൾ ക്യാൻറ്റീനിലെത്തി. നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ പ്ലേറ്റ് എടുക്കാം. അപ്പോൾ 50 രൂപയാണ് കേട്ടോ ഈ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പൈസ. 2 മുട്ട തരും. ഒന്നില്ലെങ്കിൽ മുഴുവനായിട്ടുള്ള മുട്ട എടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ഓംലേറ്റ് എടുക്കണമെങ്കിൽ ഓംലേറ്റ് എടുക്കാം. പിന്നെ ബോൺവിറ്റി ഉണ്ട്. അത് ചൂടുള്ളതോ തണുപ്പുള്ളതോ വേണമെങ്കിൽ രണ്ടും എടുക്കാം. ബ്രെഡ് എടുക്കാം, ബോൺവിറ്റി അല്ല കോൺഫ്ലേക്സ് എടുക്കാം, ബട്ടർ ഉണ്ട്. പിന്നെ സൺഡേസ് ഇതാണേ കടലക്കറി ഇല്ലേ, നമ്മുടെ വെള്ളക്കടല, അതും പിന്നെ ബട്ടൂരി, അതാണ് കേട്ടോ ഉള്ളത്. എനിക്ക് ഞാൻ കറി കഴിക്കില്ല. ഇമ്മക്കുട്ടി എടുക്കാറില്ല ബട്ടൂരി ഒന്നും. ഇമ്മക്കുട്ടി എടുക്കില്ല. ഇമ്മക്കുട്ടി ഇതായി ബ്രെഡ് നമുക്ക് തന്നെ ഇതിൽ വെച്ചിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കാം. പക്ഷേ കുറച്ച് അധികം ടോസ്റ്റ് ആവും. അത് മാത്രമേ ഒരു പ്രശ്നമുള്ളൂ. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ഇത് പൊട്ടിപ്പോയി, അതൊരു പ്രശ്നമുണ്ട്. എന്തായാലും നമ്മൾ 2 ബ്രെഡൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ 2 ബ്രെഡ്, ഒരു ബട്ടൂര ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് ഇഷ്ടംപോലെ സാധനം എടുത്തിട്ടുണ്ടല്ലേ. പിന്നെ ഞാൻ ഒരു കാപ്പിയും കുടിക്കും, പാലും കുടിക്കും. ആഴ്ചയിൽ ഒരിക്കൽ ഉള്ളതല്ലേ, അപ്പോൾ ലാവിഷായിട്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ ഇങ്ങനെ കഴിച്ച് ചില്ലി ചെയ്തിരുന്നപ്പോഴാണ് ഇമ്മക്കുട്ടിക്ക് ഇങ്ങോട്ട് ക്യാൻറ്റീനിൽ വരണം എന്ന് പറഞ്ഞിട്ട് ഒരേ ബഹളം. ഇമ്മ അപ്പോഴേക്കും എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വേഗം നടന്ന് വണ്ടിയുടെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വണ്ടി ആ ഭാഗത്താണ് പാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഏട്ടൻ അതിന് ശേഷം ഇങ്ങോട്ട് പോരാ പറഞ്ഞു, കോളേജിലേക്ക് പോരാണ്. ഞാനും ഇമ്മക്കുട്ടിയും കൂടിയിട്ട് ക്യാൻറ്റീനിൽ വന്ന് ഇമ്മക്കുട്ടിക്ക് ക്യാൻറ്റീനിൽ നിന്നുള്ള ഫുഡ് കഴിക്കാം എന്നുള്ള രീതിയിലാണ് കേട്ടോ ഇപ്പോഴത്തെ പ്ലാൻ. ആദ്യം നമ്മൾ പോണ സമയത്ത് വിളിച്ചതാ, അപ്പോൾ ഇമ്മ വരുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് എനിക്ക് ക്യാൻറ്റീനിൽ പോണേ. ഓക്കെ. അതേ ഇമ്മക്കുട്ടി കഷ്ടപ്പെട്ടു മുട്ട പൊടിക്കും. ഇമ്മയുടെ ഫേവറേറ്റ് ആണ് കേട്ടോ മുട്ട പൊളിക്കുന്നത്. ഞാൻ ഈ മുട്ട എടുത്ത് കഴിക്കും. അതെ, എന്നിട്ട് കഴിക്കുകയും ചെയ്യും. ഭയങ്കര ഇഷ്ടമാണ്. ഇമ്മ എടുക്കണ മുട്ട ഇമ്മ തന്നെയാണ് അതിൻ്റെ തോട് പൊളിക്കുക. ഇത് ഒരു റിട്ടേൺ ഗിഫ്റ്റായിട്ട് കിട്ടിയ കപ്പാണ്. അത് കിട്ടിയപ്പോൾ മുതൽ പറയണതാണ്, ഞാൻ ഇനി ക്യാൻറ്റീനിൽ പോകുമ്പോൾ അതിലേ പാല് കുടിക്കുള്ളൂ പറഞ്ഞിട്ട് അത് എടുത്തിട്ട് വന്നു. എന്നിട്ട് അതിൽ പാല് തരുമോ ചോദിച്ചിട്ട് അതിൽ ബോൺവിറ്റിയൊക്കെ ആക്കി തന്നു കേട്ടോ അവർ. അപ്പോൾ ഇമ്മക്കുട്ടി കോൺഫ്ലേക്സും ബോൺവിറ്റയും പിന്നെ ഒരു മുട്ടയും. ഒന്നാണോ രണ്ടാണോ? ഒന്നല്ലേ, ഒന്നേ എടുത്തിട്ടുള്ളൂ.
ഒരു മുട്ട എടുത്തിട്ട് അതാണ് ഇമ്മക്കുട്ടിയുടെ ബ്രേക്ക്ഫാസ്റ്റ്. ലഞ്ച് അമ്മക്കുട്ടി, അതെ. ഡിന്നർ അമ്മക്കുട്ടി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് നടന്നിട്ട് ഇനി വണ്ടി എടുത്തിട്ട് അങ്ങനെ വീട്ടിലേക്ക് പോകാൻ വിചാരിച്ചു. വീട്ടിൽ പോയിട്ട് നമുക്ക് പുറത്തോട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇമ്മക്കുട്ടി ഏട്ടൻ്റെ ഒപ്പം ഇരിക്കും. ഹായ് ഗൈസ്, ഇന്ന് പൂത്തലുണ്ട്. ഇതെന്ത് പോവാന്നറിയോ? ഇല്ല, അമ്മയ്ക്കും അറിയില്ല. ബട്ട് ദിസ് ഇസ് വെരി ക്യൂട്ട് അല്ലേ? This is the this is actually white. No, I'm telling you, we think that it's actually white, but in the sunny days it is kind of like a lavender color. Exactly. Let's walk. I'll show you that flower over there. Okay. Here there are leaves. ഇവിടെയാണ് ഈ വഴിയാണ് ഞാൻ ഏറ്റവും കൂടുതൽ നടക്കുക. ഈ വഴി കൂടെ നമുക്ക് ചാടി വേണമെങ്കിൽ ഉള്ളിൽ പോയി അവിടെ പോയി ഇരിക്കുകയൊക്കെ ചെയ്യാം, ലോണിൽ പോയി ഇരിക്കുകയൊക്കെ ചെയ്യാം. അയ്യോ നല്ല നട്ടപ്പുറ വെയില ബേബി. നല്ല കണ്ട നമുക്ക് വൈകിട്ട് വന്നിരിക്കാം. രാത്രി സമയത്താകുമ്പോൾ നല്ല കാറ്റൊക്കെ ഉണ്ടാവും. ഓക്കെ, ഈ ഭാഗത്ത് അധികം ഫ്ലവേഴ്സ് ഇല്ല, ആ ഭാഗത്തേക്കുണ്ട് അല്ലേ? ഇത് അടിപൊളിയല്ലേ ഈ മരം? ഇങ്ങനത്തെ കുറേ മരങ്ങളുണ്ട് കേട്ടോ അവിടെ. Yeah, it's just like umbrella, right? When it rains, we can just come behind this umbrella and then അതെ, ഇതും കുറേ ഉണ്ട് ഇവിടെ. ഈ ഓറഞ്ചും ഉണ്ട്, പക്ഷെ എനിക്ക് ഇതിനെക്കാട്ടിലും ഇഷ്ടം അവിടെ കാണുന്ന റെഡാണ് കേട്ടോ. അപ്പം അതും കൂടി നമുക്ക് കണ്ടിട്ട് തിരിച്ചു പോവാം അല്ലേ? Look, I like that pink one. That is also nice. നല്ല ക്യൂട്ടായിട്ടുണ്ട്. That's so nice for me. Yeah. Only bushes. ചെടികളൊക്കെ നല്ല ഇഷ്ടമുള്ളവർക്ക് ഇവിടെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. പിന്നെ ഇവിടുത്തെ ഈ സൈഡിലത്തെ മരങ്ങൾ കണ്ടോ, നീളനെയുള്ള മരങ്ങളാണ്. നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും കേട്ടോ അവിടെ, നന്നായിട്ട് നോക്കും. അതായത് എപ്പോഴും ഓരോരോ പുതിയ പുതിയ ഭാഗങ്ങൾ കൂടുതൽ ഭംഗിയാക്കും കേട്ടോ ഈ ക്യാമ്പസിൽ. നമ്മൾ വന്ന സമയത്ത് ഇത്രയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഓരോ വർഷം ചെല്ലുന്തോറും ഇങ്ങനെ എന്ത് രസമാക്കി കൊണ്ടുവരുന്നുണ്ടെന്നറിയോ. ഈ റെഡ് ഫ്ലവേഴ്സാണ് അമ്മയ്ക്ക് കൂടുതലിഷ്ടം. കുഞ്ഞുവിന് ആ പിന്നിൽ നിൽക്കുന്ന പിങ്ക് ഫ്ലവേഴ്സാണ് കൂടുതലിഷ്ടം. ഇതുപോലെയാണ് കൂടുതലും നിൽക്കണത്. ഇതുപോലെ ഇങ്ങനെ കട്ട കുത്തി നിൽക്കും കേട്ടോ ഫ്ലവേഴ്സ്. ക്യൂട്ടല്ലേ ബേബി? കുട്ടി ആദ്യമായിട്ട് കാണുന്ന പോലെ നമുക്ക് എല്ലാ ദിവസവും ഇവിടേക്ക് വരും കേട്ടോ. നമ്മൾ വരില്ലേ? അല്ല, ഇമ്മയ്ക്ക് ചിലപ്പോൾ തിരക്കാം, വരാൻ പറ്റില്ല, ആർട്ട് ക്ലാസ് ഒക്കെ ഉള്ള കാരണം. ഞാൻ വരാറുണ്ട് എല്ലാ ദിവസവും. അവിടെയും കൂടെ കാണിച്ചു തരാം കേട്ടോ. ഓൾമോസ്റ്റ് ലൈക്ക് ഈ ഒരു റൗണ്ട് ഫുള്ള് ഇങ്ങനെ വിഭാഗിച്ച് ഇങ്ങനെ സെക്ഷൻസ് ആക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ചെടികൾ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതങ്ങനത്തെ പൂക്കൾ, അങ്ങനെ. ഈ ഭാഗത്താണെങ്കിൽ ഫുള്ള് പച്ചപ്പാണ് കേട്ടോ. എന്ത് രസമായിട്ടുണ്ടായിരുന്നു. ഇനി തിരിച്ചു പോവാല്ലേ, അല്ലെങ്കിൽ പിന്നെ ഇമ്മക്കുട്ടി എന്നെ കൊണ്ട് എടുപ്പിക്കുവോളെ. And I can't pick you up. Oh my god. So let's go back home. Yes, ready. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പച്ചക്കറി മേടിക്കണമായിരുന്നു. അപ്പോൾ നട്ടപ്പാറ വെയിലത്ത് നമ്മൾ ഡ്രൈവ് ചെയ്ത് വന്നതിൻ്റെയാണ് ഈ കാണുന്നത്. ഭയങ്കര വെയിലെന്ന് പറഞ്ഞാൽ പോലെ ഭയങ്കര വെയിലും ഭയങ്കര ചൂടാണ്. അപ്പോൾ ഞാൻ അമ്മയും കൂടിയാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വെജിറ്റബിൾസ് എല്ലാം മേടിക്കണം, ഇളനീര് മേടിക്കണം, അങ്ങനെ കുറച്ചധികം സാധനങ്ങൾ മേടിക്കാറുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ക്യൂനി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇവിടെ ഇങ്ങനെ പച്ചക്കറി കടയുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ ഇളനീരും കിട്ടും, പക്ഷേ നോൺ വെജ് ചിലപ്പോൾ മാത്രമേ ഇവിടെ കിട്ടുള്ളൂ. ഇങ്ങനെ വഴിയോരത്ത് ഇങ്ങനെ മീനൊക്കെ വിൽക്കണ ചേച്ചിമാരൊക്കെ ഉണ്ടാവില്ലേ, അവരുടെ കയ്യിൽ നിന്ന് മേടിക്കും നമ്മൾ. അതല്ലെങ്കിൽ ഫുൾ ഓൺ ലൈക്ക് ഒരു കട പോലെയൊക്കെ ഇട്ടിട്ട് മീനൊക്കെ വിൽക്കുന്നുണ്ട്, അങ്ങനെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഓരോ ദിവസങ്ങളുണ്ട്, അതിനനുസരിച്ചാണ് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് മീൻ കിട്ടാത്ത കാരണം നമ്മൾ വാസ്കോട് അവിടെ പോയിട്ട് അവിടെ നിന്നാണ് കേട്ടോ ഇനി മീൻ മേടിക്കാൻ പോകണം. ഇവിടെ നിന്ന് നമ്മൾ അത്യാവശ്യം വെജിറ്റബിൾസൊക്കെ മേടിച്ചു, പിന്നെ ഫ്രൂട്ട്സൊക്കെ മേടിച്ചു. ഇതാ വാസ്കോൻ്റെ അവിടെ പോയിട്ട് നമ്മൾ മീൻ മേടിക്കുകയാണ്. കുറച്ചധികം, അതായത് ഒരാഴ്ചത്തേക്കുള്ള 3 തരം മീനൊക്കെ മേടിക്കും. 3-4 തരം മീനൊക്കെ മേടിച്ചിട്ട് ആദ്യം കറി വയ്ക്കും, പിന്നെ വറക്കും, അങ്ങനെ. ഒരാഴ്ച നിൽക്കില്ല കേട്ടോ, 5 പറഞ്ഞാണ്. ഒരു 4 ദിവസത്തേക്കൊക്കെയുള്ള മീൻ മേടിക്കും കേട്ടോ. അപ്പോൾ ഇതേ നമ്മളിതെല്ലാം കൂടെ വണ്ടിയിൽ വെച്ചിട്ട് വരും. ഇത്രയും ഉണ്ടാവും കേട്ടോ സാധനങ്ങൾ, പച്ചക്കറിയും അതുപോലെ ഫ്രൂട്ട്സ്. നമ്മൾ എന്നും സാലഡൊക്കെ കഴിക്കണ കാരണം നമുക്ക് കുറേ വെജിറ്റബിൾസ് വേണം.
പിന്നെ ഇതാണ് നോൺ വെജ്, ആ കറുത്ത കളറിൽ കാണാൻ. പിന്നെ ഞാൻ ഇവിടേക്ക് സൂപ്പർ മാർക്കറ്റിലേക്ക് വന്നു. ഇതിനകത്ത് തന്നെയുള്ള സൂപ്പർ മാർക്കറ്റാണ്. ഞാൻ അമ്മ അവിടെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്ത സാധനങ്ങളൊക്കെ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് സൂപ്പർ മാർക്കറ്റിൽ വന്നിട്ട് നമുക്ക് ഈ മിൽക്ക് മെയ്ഡ് വേണമായിരുന്നു, ഇളനീർ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാല് മേടിക്കണം, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വേണം. അപ്പോൾ അതെല്ലാം നമുക്ക് ഇവിടെ നിന്നാണ് കേട്ടോ മേടിക്കണം. ഇത് ക്യാമ്പസിനകത്ത് ഷോപ്പ് ഇവിടെ നിന്ന് തന്നെയാണ് മേടിക്കണത്. പിന്നെ ബട്ടറും ചീസൊക്കെ തീരാറായി, അപ്പോൾ അതും മേടിക്കണം. മിൽക്ക് പ്രോഡക്ട്സിനാണ് ഇവിടെ ഏറ്റവും അധികം ചിലവ്. ഇവന്തോ അത് അധികം കഴിക്കണത് നല്ലതല്ല എന്ന് പറയും കേട്ടോ. പക്ഷെ എന്നാലും ഇമ്മക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് മിൽക്ക് പ്രോഡക്ട്സ് എല്ലാം, ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ സാധനങ്ങളെല്ലാം മേടിച്ച് നമ്മൾ വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ 2 കവറ് പാലെടുത്തിട്ട് തിളപ്പിക്കുകയാണ്. അതായത് 1 ലിറ്റർ അത് എടുത്ത് നന്നായി തിളപ്പിച്ചിട്ട് നമുക്ക് കുറുക്കിയെടുക്കണം. കുറുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 40 മിനിറ്റോളം എടുത്ത് കുറുക്കിയാലേ അതിൻ്റെ ഒരു അടിപൊളി പെർഫെക്ഷൻ കിട്ടും. 40 ചില സമയത്ത് നമുക്കൊരു 50 മിനിറ്റ് ഓളം ഇങ്ങനെ ഇളക്കി കുറുക്കിയെടുക്കണം. എന്നാലാണ് നല്ല രസമായിട്ടുണ്ടാവുക കേട്ടോ. പക്ഷേ ഞാനത് അത്രയും കുറുക്കുന്നില്ല, മടി കാരണം. അതവിടെ നിൽക്കട്ടെ. എന്തായാലും നമുക്ക് ഈ ഇളനീര് മേടിച്ചതുണ്ടല്ലോ, അതിൻ്റെ ഈ കട്ടിയുള്ള ഭാഗങ്ങൾ അതൊക്കെ മുറിച്ച് മാറ്റണം, അല്ലെങ്കിൽ ആ ഒരു കളറ് വരും. പിന്നെ ഇളനീര് ഇത്രയും പാകമാവാനും പാടില്ല കേട്ടോ, കുറച്ചുകൂടി ഇളം വേണം എടുക്കാനായിട്ട്. പക്ഷെ അത് കിട്ടിയില്ല നമുക്ക്. പിന്നെ ഇളനീര് വെള്ളം ഉണ്ടല്ലോ അത് അങ്ങനെ ഇരുന്നോട്ടെ. പിന്നെ തേങ്ങാപ്പാൽ ഒരു മുറിയുടെ അല്ല ഒരു മുറിയുടെ തേങ്ങ കട്ടിപ്പാലായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് മാറ്റം വന്നാലും സാരമൊന്നുമില്ല. ഇളനീർ പായസമല്ലേ, എങ്ങനെയാണെങ്കിലും ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഈ ഇളനീരിൻ്റെ കാമ്പുണ്ടല്ലോ അത് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇങ്ങനെ ബ്രൗൺ കളറുള്ള അതൊക്കെ ഇങ്ങനെ മുറിച്ച് മാറ്റിയിട്ട് ഇതിൽ കുറച്ച് നമുക്ക് നുറുക്കി വെക്കണം, ബാക്കി കുറച്ച് നമുക്ക് അരക്കുകയും വേണം കേട്ടോ. കുട്ടിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഈ ഇളനീർ പായസത്തിന് ഇതല്ല പാകം, കുറച്ചും കൂടി ഇളമായിട്ടുള്ളത്, ഭയങ്കര ഇങ്ങനെ ലോലായിട്ട് ഇങ്ങനെ ഗ്ലിഞ്ച പറഞ്ഞ് ഇങ്ങനെ കിടക്കില്ല, അങ്ങനത്തെ പാകത്തിലുള്ള ഇളനീരാണ് നല്ലത്. അത് കിട്ടുകയാണെങ്കിൽ അത് മേടിച്ചാൽ മതി കേട്ടോ. നമുക്കത് കിട്ടാത്തതുകൊണ്ട് തൽക്കാലം ഇത് മേടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, ഇതേ കിട്ടിയുള്ളൂ, അതുകൊണ്ടാണ്. അപ്പോൾ എന്നിട്ട് നമുക്ക് നമ്മൾ എത്ര ഇളനീര് മേടിച്ചിട്ടുണ്ടായിരുന്നു? 3 ഇളനീര് മേടിച്ചിട്ടുണ്ടായിരുന്നു. 3 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. 3 എണ്ണം എടുത്തിട്ട് നമ്മൾ എന്താ ചെയ്യണേ, കഷ്ണമായിട്ട് നുറുക്കാണ്. നമുക്ക് കുറച്ചും കൂടി ഇളമായിട്ടുള്ള കാമ്പാണെങ്കിൽ ശരിക്കും 4 ഇളനീര് വേണം. ഇടയിൽ നമ്മൾ പാലിങ്ങനെ ഇളക്കി കുറുക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ബാക്കിയുള്ളത് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞ് വെക്കുകയാണ്. അപ്പോൾ ഇത് നമ്മളൊക്കെ പായസത്തിൽ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതെ, ടേസ്റ്റ് ഇല്ല നിമ്മക്കുട്ടി പറയാം, ദുഷ്ടത്തി കഴിച്ചപ്പോൾ ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ പറയാം ഇല്ല ഇളനീര് ഇടാണ്ട് ഉണ്ടാക്കണം പായസം ഇഷ്ടം. എന്ന് വെച്ചാൽ കടിക്കണത് ആ തേങ്ങ പോലത്തെ കടിക്കണത് ഇഷ്ടമായില്ല അത്രയും കുട്ടിക്ക്. അപ്പോൾ തേങ്ങ നമ്മൾ ബാക്കിയുള്ളതുണ്ടല്ലോ, പകുതിയോളം തേങ്ങ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അത് നമുക്ക് മിക്സിയിലിട്ടിട്ട് അതിൽ നമുക്ക് ഇളനീരിൻ്റെ വെള്ളം ഉണ്ടല്ലോ, ഞാനിങ്ങനെ ഭയങ്കര മിക്സ് ചെയ്തിട്ടല്ലേ പറയണത്, പക്ഷേ ഞാൻ പറയുമ്പോൾ മനസ്സിലാവുണ്ടെന്ന് തോന്നുന്നു. ഇളനീരിൻ്റെ വെള്ളം കൂടി കുറച്ച് ആഡ് ചെയ്തിട്ട് അരച്ചെടുക്കുക. ഭയങ്കര ഇതായിട്ട് അരയ്ക്കണ്ട കേട്ടോ, അതായത് മെഴുമെഴാന്നുള്ള പോലെ അരയ്ക്കണ്ട, കുറച്ച് കട്ടിയിൽ അരയ്ക്കാം, കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതേ നമ്മളിങ്ങനെ ഇതും ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. പാല് കുറുക്കി കിട്ടാൻ കുറച്ച് പാടാണല്ലോ. ഇതിലേക്ക് നമ്മൾ 1/2 to 1/4 ടിന്നോളം മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യുന്നുണ്ട്. കാരണം 2 കവർ പാലെടുത്തിട്ടുണ്ടല്ലോ, അത്രയും മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു 5-6 സ്പൂൺ പഞ്ചസാര ഇടുക. കാരണം മിൽക്ക് മെയ്ഡിൻ്റെ മധുരം കൊണ്ട് മാത്രം ഇത് ആവില്ല, മധുരം തികയില്ല കേട്ടോ. അല്ലെങ്കിൽ അത് ഒരു ടിന്നോളം ഫുള്ള് മിൽക്ക് മെയ്ഡ് ഇടുകയാണെങ്കിൽ ചിലപ്പോൾ കുഴപ്പമുണ്ടാവില്ല. പിന്നെ പഞ്ചസാര ഇട്ടു, മധുരം അത്ര പോരായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു 4-5 സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് മാക്സിമം എത്ര കുറുക്കാൻ പറ്റുന്നോ അത്രയും കുറുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ കഴിക്കാനും നല്ല കുറുകിയിരിക്കുക കേട്ടോ. അപ്പോൾ ഇത് പാല് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് അത്യാവശ്യം കുറുകിയതൊരു 30-35 മിനിറ്റോളം ഞാൻ കുറുക്കിയെടുത്തു കേട്ടോ. പക്ഷേ ഞാൻ പറഞ്ഞത് പോരായിരുന്നു, 2 കവർ എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം 1 മണിക്കൂറോളം കുറുക്കിയെടുത്ത് അത്രയും നല്ലതെന്നാണ് പറയാനായിട്ട്. അല്ലെങ്കിൽ പിന്നെ കോൺഫ്ലവറൊക്കെ ഇട്ടിട്ട് കട്ടിയാക്കി എടുക്കുക, അതൊന്നും ഞാൻ പിന്നെ ചെയ്തില്ല കേട്ടോ, വേണ്ടാച്ചു. പിന്നെ നമ്മൾ കുറച്ച് പാലിൽ കുറച്ചും കൂടി പഞ്ചസാര ഇട്ടിട്ട് ഒരു 5-6 ഏലക്കായും കൂടി ഇട്ടിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് അരിച്ച് ആഡ് ചെയ്യാം, അല്ല ഏലക്കായ പൊടിയായിട്ടുണ്ടെങ്കിൽ നമുക്ക് അതും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അതാ ഇമ്മക്കുട്ടി അവിടെ ഇരിക്കുന്നുണ്ട്, പായസത്തിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പാലൊന്ന് തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. പാല് നമുക്ക് തണുക്കണം, എന്നിട്ട് വേണം നമുക്ക് എല്ലാം ആഡ് ചെയ്യാം, അല്ലെങ്കിൽ പെട്ടെന്ന് പിരിഞ്ഞു കൂട്ടും. അപ്പോൾ അതേ പാൽ ഏകദേശം തണുത്ത് വരുന്നുണ്ട്. ഞാൻ ഐസ് വാട്ടറിൽ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ ഇളനീരിൻ്റെ കാമ്പുണ്ടല്ലോ അതിട്ട് കൊടുക്കുക. പിന്നെ അരച്ച് വെച്ചിരിക്കണതില്ലേ അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇളനീരിൻ്റെ വെള്ളം ചേർത്തിട്ടല്ലേ അരച്ച് കൊടുത്തിട്ടുള്ളത്,
അപ്പോൾ അതും ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ അത് കുറച്ച്, ഇപ്പോൾ കഷ്ടി നോക്കുകയാണെങ്കിൽ ഒരു അര ടു 1/4 കപ്പ് പാലേ ഉള്ളൂ കേട്ടോ. അത്രയും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണുള്ളൂ തേങ്ങാപ്പാൽ. പക്ഷേ തേങ്ങാപ്പാലും വേണം നമുക്ക്, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതിലേക്ക് നമ്മൾ കുറുക്കി വെച്ചിരിക്കണം, മിൽക്ക് മെയ്ഡൊക്കെ ഇട്ടിട്ട് കുറുക്കി വെച്ചിരിക്കണം പാലില്ലേ, അതും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമ്മൾ ഏലക്കായ ഇട്ടിട്ട് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നില്ലേ കുറച്ച് പാലിൽ, അതും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അരിച്ചിട്ട്. എന്നിട്ട് നമുക്ക് കാഷ്നട്ട് ഇതിൽ നെയ്യിൽ വറുത്തിട്ട് കാഷ്നട്ടൊക്കെ തരാം. കാഷ്നട്ട് വേണം നിമ്മക്കുട്ടിക്ക്. കാഷ്നട്ട് നമുക്ക് നെയ്യിൽ ഒന്ന് വറുത്തെടുത്തിട്ട് ആഡ് ചെയ്യുക. സിമ്പിളാണ് കേട്ടോ സംഗതി. കുറുക്കി എടുത്തു കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, ഭയങ്കര ടേസ്റ്റിയാണ്. പക്ഷേ ഈ കുറുക്കണേലൊക്കെയാണ് പണിയിരിക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പായസമാണ്. ആക്ച്വലി എനിക്ക് സേമിയ പായസത്തിനെക്കാട്ടിനൊക്കെ ഭയങ്കര ഇഷ്ടം, ഏട്ടനൊക്കെ ഭയങ്കര ഇഷ്ടം. പക്ഷെ നല്ല ഹെവിയാണ് കേട്ടോ. ഇത് കുറച്ച് കഴിക്കുമ്പോഴേക്കും നമുക്ക് വയറ് നിറയും. നമ്മുടെ സേമിയ പായസം പോലെയൊക്കെ കുറേയൊന്നും നമുക്ക് കുടിക്കാൻ പറ്റില്ല. അപ്പോൾ ഇമ്മക്കുട്ടി ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. ഇമ്മക്കുട്ടിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ കുടിച്ചിട്ട്. എസ്പെഷ്യലി കാഷ്യുള്ള ഭാഗം കുടിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ പിന്നീട് എന്താ ഉണ്ടായെന്ന് വെച്ചാൽ ഭയങ്കര ഹെവി ആയപ്പോൾ ഇമ്മക്കുട്ടി പറഞ്ഞു, അയ്യോ തേങ്ങയുടെ ഭാഗം കഴിക്കണമായിരുന്നു, അതിൻ്റെ വെള്ളം മാത്രം മതിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് അതിൽ പാല് മാത്രം ഇങ്ങനെ ഫുൾ ഊറ്റി കുടിക്കുകയാണ് ചെയ്തത്. ഷേറിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മളിത് മുന്നും ഉണ്ടാക്കിയിട്ടുണ്ടോ, നമ്മൾ കുറേ തവണ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഈ പായസം. അമ്മയ്ക്കും നല്ലോണം ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റിയാന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ, നല്ല രസമാണ് അത്. ഇറ്റ്സ് സോ ഹെവി. അതെ ഹെവിയാണ് കേട്ടോ, അതുണ്ട്, പക്ഷെ ഭയങ്കര ടേസ്റ്റിയാണ്. എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ഈ കുറുക്കണ സമയം ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കി ഭയങ്കര സിമ്പിളാണ്, പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റണതാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എനിക്ക് നല്ലോണം ഇഷ്ടമായി. നമ്മൾ കുറേ തവണ റെസിപ്പിയൊക്കെ കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കണം. അങ്ങനെയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസ് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബിൻ്റെ അടുത്തൊരു കുട്ടി ബെല്ലൈക്കൺ അതും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. Bye bye, take care. Love you all. Bye 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 bye.